ഡൽഹിയിൽ നിന്ന് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. വിചാരണ കോടതി അനുവദിച്ച ജാമ്യ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇഡിയുടെ വാദം അടിയന്തരമായി കേൾക്കും. തുളസി പ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്. തുളസി, ഇഡിയുടെ വാദം പൂർത്തിയാകുന്നതുവരെയാണോ ഈ സ്റ്റേ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഡൽഹി റോസ് അവന്യൂ കോടതി ജാമ്യ ഉത്തരവ് ഇറക്കിയത്. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ ഇഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇഡിയുടെ ഭാഗം കേൾക്കാതെയാണ് ഇത്തരത്തിലൊരു ജാമ്യ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് ഇഡി ഹർജിയിൽ പറയുന്നത്. ഇത് അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിനോട് അനുബന്ധിച്ച് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ച ജാമ്യ ഉത്തരവ് താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇഡിയുടെ ഈ ഒരു ഹർജി കേൾക്കുന്നത് വരെയാണ് സ്റ്റേ നിലനിൽക്കുക. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ജാമ്യ ഉത്തരവ് റോസ് അവന്യൂ കോടതിയിൽ നിന്ന് വന്നത്. എന്നാൽ ഇഡി പറയുന്നത് ഇഡിയുടെ ഭാഗം കേൾക്കാതെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിരവധി കാര്യങ്ങൾ, ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത്, പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നേക്കാമെന്നതടക്കമുള്ള നീക്കങ്ങളൊക്കെ നടക്കാമെന്നൊക്കെ ഇഡി ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഇഡിയുടെ അടിയന്തര വാദം ഡൽഹി ഹൈക്കോടതി കേൾക്കും. അതുപോലെ തന്നെ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായി 3 മാസത്തിന് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇത്തരത്തിലൊരു ജാമ്യം ലഭിക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന് 8 ദിവസത്തെ ജാമ്യം ലഭിച്ചിരുന്നത്. പിന്നീട് വീണ്ടും തിഹാർ ജയിലിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് നിരവധി തവണ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ഇന്നലെയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഡൽഹി റോസ് അവന്യൂ കോടതി, വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനെതിരെ ഇഡിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അടിയന്തര നിർണായകമായൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്നും മോചിതനായി പുറത്തിറങ്ങേണ്ടിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ മോചനത്തോടനുബന്ധിച്ച് ഭാര്യയും ആം ആദ്മി പാർട്ടി നേതാക്കൾ അടക്കമുള്ളവർ ഒരു വലിയൊരു സ്വീകരണം തന്നെ അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ഇഡിയുടെ പെട്ടെന്നൊരു നിർണായകമായ ഒരു നീക്കം ഉണ്ടാകുന്നതും അത് അംഗീകരിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി ഇത്തരത്തിലൊരു സ്റ്റേ പുറപ്പെടുവിക്കുന്നതും. ഫിജി, ശരി. തുളസി പ്രസാദ് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇഡിയുടെ വാദം കേൾക്കുന്നതുവരെയാണ് ഈ ഒരു സ്റ്റേ നൽകിയിരിക്കുന്നത്.